എൻ്റെ പേര് ജിഷ സെബി. ഞാൻ വരുന്നത് പാനായക്കുളത്തു നിന്നാണ്. ഞാൻ 2022 മെയ് 6 തീയതിയാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതെൻ്റെ ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഞാൻ 6 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല, നമുക്ക് എക്കോ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എക്കോ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഭയങ്കര കംപ്ലൈൻ്റാണ്. അതായത് 4 അറയിൽ 2 അറകൾ തമ്മിൽ മുട്ടിയിട്ടില്ല, ഒരറയാണെങ്കിൽ ചുരുങ്ങിയിരിക്കണേണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ട. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞാണെങ്കിൽ വെറും 400 ഗ്രാമുള്ള 6 മാസമായപ്പോഴും, പിന്നെ വളർച്ചയുമില്ല, കുഞ്ഞിന് ഹാർട്ടിന് കംപ്ലൈൻറ്റുമാണ്. അപ്പോൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇപ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് ഞാൻ ശ്വസിക്കുന്നത് വഴിയാണ് കുഞ്ഞിൻ്റെ ജീവൻ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് സാരമില്ല, ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളായിട്ട് ഇതിൻ്റെ ജീവൻ കളയില്ല. ജനിച്ചിട്ട് ഈശോ വിളിക്കുന്നെങ്കിൽ വിളിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ ഞങ്ങളെ കൈയൊഴിഞ്ഞു. പക്ഷേ അവിടേക്ക് അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഹോസ്പിറ്റലിന് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോഴും അവരും അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ പല ഡോക്ടർമാരെ കണ്ടപ്പോഴും അവർ പറഞ്ഞത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ ഇവിടെ വന്ന് അപ്പം ഞാൻ പല പ്രാവശ്യം ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുവരെ എനിക്ക് വരാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ പിന്നെ ഞങ്ങളിങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ജോസഫച്ചനെ കണ്ട് സൈത്ത് പൂശി ഒക്കെ എന്നോട് പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി മോള് ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് അടുത്ത മാസം സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ 400 ഗ്രാം ഉണ്ടായിരുന്ന കുഞ്ഞ് 1950 ഗ്രാമായി 7-ാം മാസത്തിൽ. 8-ാം മാസമായപ്പോൾ വീണ്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 കിലോ 550 വെയിറ്റായി. അപ്പോൾ ഡോക്ടറിന് സംശയം എന്താണ് ഇത്രയും പെട്ടെന്ന് വെയിറ്റ് കൂടിയല്ലോ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മുന്നോട്ട് പോകണ്ട, 8-ാം മാസമായില്ലേ. എന്നപ്പോൾ എൻ്റെ മൂത്ത 2 പിള്ളേർക്കും സിസേറിയനായിരുന്നു, നമുക്ക് സിസേറിയൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഡേറ്റ് എല്ലാം നിശ്ചയിച്ച് എന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അഡ്മിറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ രാവിലെ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വയറിൽ ഉടമ്പടി തൈലം എല്ലാം പൂശി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ടേബിളിൽ കിടന്നത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഇവർ പുറത്തെടുത്തിട്ട് എന്നെ ഞാൻ 2 കുഞ്ഞുങ്ങളെ ഇതുപോലെ കണ്ടിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞിനെ ഒന്ന് കാണിച്ച് ഞാനൊരു ഉമ്മ കൊടുത്ത് മാത്രം അറിയാൻ പാടുള്ളൂ. ആലുവ ഹോസ്പിറ്റലായിരുന്നു ഞാൻ, പിന്നെ എറണാകുളം ലിസി ഹോസ്പിറ്റലിലാണ് കണ്ണു തുറക്കുന്നത്. അപ്പോൾ ഈ ലിസി ഹോസ്പിറ്റലിൽ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഞാൻ 3 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു. 1% മാത്രമേ ഡോക്ടർ ചാൻസ് പറഞ്ഞിരുന്നുള്ളൂ എനിക്ക്. കാരണം കംപ്ലീറ്റ് ബ്ലീഡിങ് ആയി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അബോധാവസ്ഥയിലായിരുന്ന സമയത്ത് പിന്നെ ശക്തമായിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ ആത്മാവാണ് പോണേന്ന് എനിക്കൊരു ഇതുണ്ട്. അങ്ങനെ കുറേ ഇങ്ങനെ പോയി ഭയങ്കര ശക്തമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ശക്തമായിട്ട് മാതാവിനെ വിളിച്ചു. മാതാവ് അപ്പോൾ വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ശാന്തമായിട്ട് എന്നൊരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി. പിന്നെ ഞാൻ കണ്ണുറക്കുമ്പോൾ അവിടുത്തെ ഡോക്ടറാണ് എന്നോട് പറയുന്നത് ലിസിയിലാണെന്നും ഭയങ്കര സീരിയസ് ആണെന്നും ഒക്കെ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ഈ കുഞ്ഞും ICUലാണ്. അതായത് കംപ്ലീറ്റ് മരുന്നുകളുടെ സഹായത്തിൽ മാത്രമേ കുഞ്ഞിൻ്റെ ജീവൻ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഡോക്ടറാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, കുഞ്ഞ് കൊച്ചല്ലേ, അതിനെ അധികം വേദനിപ്പിക്കേണ്ട, നമുക്ക് മരുന്നുകളൊക്കെ നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ അപ്പച്ചനമ്മച്ചി എന്നോടൊന്ന് പറഞ്ഞിങ്ങനെ കുഞ്ഞിന് ഭയങ്കര പ്രശ്നമാണ് നമുക്കറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ എൻ്റെ കടമ ഞാൻ ചെയ്തു, ഞാൻ കൊന്നു കളഞ്ഞില്ലല്ലോ, എൻ്റെ ഈശോൻ്റെ കുഞ്ഞല്ലേ, ഈശോ എന്താണെന്ന് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ 12 വയസ്സ് ICUലായതിനു ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് ഇങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ മോളെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളൂ, ഒരു തുള്ളി പാല് പോലും ഞാൻ കൊടുത്തിട്ടില്ല, അവൾ അവിടെ ഒറ്റക്കാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, മാതാവ് അവളുടെ അടുത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ ICUന്ന് ഇറക്കിയതിന് ശേഷം എന്തോ മെഡിസിനെല്ലാം കൊടുത്തിട്ട് തിരിച്ച് കയറാൻ പോയപ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലം ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിൽ ആലുവയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആ തൈലം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് രാവിലെ അപ്പച്ചൻ പോയി വാങ്ങിച്ചുകൊണ്ടുവന്ന് കുഞ്ഞിനെ തേക്കാൻ വേണ്ടി എടുത്ത സമയത്ത് ഒരു കന്യാസ്ത്രീ അവിടെ വന്നിട്ട് ചോദിച്ച് എന്താ ഇത് കൃപാസനത്തിലെ തൈലമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ. അപ്പോൾ എന്നോട് ഈശോ പറഞ്ഞു ഇവിടെ വരേണ്ടതല്ല, പക്ഷേ ഈശോ എന്നോട് പറഞ്ഞു ഇവിടെ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ
അമ്മിച്ച് ആ തൈലം സിസ്റ്ററുടെ കയ്യിൽ കൊടുത്ത് സിസ്റ്റർ അത് കുരിശെടുത്ത് തേച്ച് കുഞ്ഞിനെ ICUയിൽ കയറ്റി. അന്ന് രാത്രി കുഞ്ഞിന് മെഡിസിൻ എല്ലാം നിർത്തുകയാണെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് മെഡിസിൻ എല്ലാം നിർത്തിയതിന് ശേഷം രാവിലെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, കാരണം എന്ന് വെച്ചാൽ അതിന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ടില്ല, ഓക്സിജൻ കുറഞ്ഞിട്ടില്ല, എല്ലാം നല്ല നോർമലായിരിക്കുന്നു. പക്ഷേ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ കുഞ്ഞിന് 8 മാസമായി. ജനിച്ച് 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞ കുഞ്ഞ് ഇപ്പം ഇന്ന് 8 മാസമായി എൻ്റെ കയ്യിലിരിക്കുന്നത്. കൊന്നുകളയാൻ പറഞ്ഞ കുഞ്ഞാണ്. ഡോക്ടർമാരെല്ലാവരും ഉപേക്ഷിച്ചതാണ്. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ ഞങ്ങൾ 3-ാമത്തെ ദിവസമാണ് കുഞ്ഞിൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഇപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടാകുന്നുണ്ട് എന്നാൽ പക്ഷേ കുഞ്ഞിന് ജീവൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോകുന്നത് മാത്രം. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു.